ഓ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫൈൻഡ് ഔട്ട് എക്സ്പ്ലോർ ദ വേൾഡ്. അപ്പോൾ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. നമ്മുടെ സൂര്യനെല്ലി കുളുക്കുമല ട്രിപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ സംശയങ്ങളും അതിന് തീർന്നു എന്ന് നാം വിചാരിക്കുന്നു. ഇല്ലാത്തവർക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വഴി നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് അവിടെ തേക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് മറക്കാതെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സൂര്യനെല്ലി ട്രിപ്പിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്ത കാര്യമൊക്കെ ഞാൻ അടുത്ത് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹെഡ്ലൈറ്റ് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല, അതിനെപ്പറ്റി പുതിയ വീഡിയോ ചെയ്യാമെന്നാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചുമ്മാ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് കാണിച്ചു തരാം. എൻ്റെ ഹെഡ്ലൈറ്റ് പഴയ വീഡിയോസ് ഒരു ചെറിയ ലൂപ്പ് മാത്രമേ ഉള്ളൂ. ഒരു 1-2 ഫോട്ടോസും കുറച്ചുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് പുതിയ ഹെഡ്ലൈറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അത് എവിടെ ചെയ്തതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എത്ര കോസ്റ്റായി എന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു 5-10 മിനിറ്റ് മാത്രം ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ബോണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് ചുറ്റുമ്പോൾ വെച്ചാട്ടോ. ഇതാണ് നമ്മൾ ഗ്ലാസ്. ഇതുണ്ടോ, ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ, ശരിക്കും മങ്ങിയിട്ടായിരുന്നു. ഇവിടെയൊക്കെ ശരിക്കും പായൽ പോലെ ഉണ്ടായിരുന്നു. കറുത്തിട്ട് ഫുള്ള് കറുത്താണ് ഇരിക്കുന്നത്. അകത്ത് നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് അടിച്ചാണ് ശരിക്കും ചെയ്തത്. അടിച്ചിട്ട് ഇവിടെ ഗമ്മിട്ടൊട്ട് ചെറിയൊരു പാടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല വെട്ടമാണ് കേട്ടോ. അതായത് നമ്മൾ പുതിയ ഗ്ലാസ് മേടിച്ച് വയ്ക്കണ അതിൻ്റെ 3 കോസ്റ്റേ ആവുന്നുള്ളൂ. ഇത് 2 ഗ്ലാസും കൂടി ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ദിവസം ടൈം കൊടുത്തു. നീറ്റായിട്ട് ചെയ്തുന്നുണ്ട്. ഈ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും പോവില്ല. ഇത് ഇച്ചിരി ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചാണ്. ഒന്നും സ്ക്രാച്ച് പോവില്ല, പക്ഷേ പക്കയായിട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റും, അതായത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും മറ്റേ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശരിക്കും ബ്ലാക്ക് ആയിരുന്നു. ഇത് ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു. ഒരു സ്മോക്ക് ചെയ്ത കണ്ടീഷനിലായിരുന്നു മറ്റേ ലൈറ്റ് ഇരുന്നത്. ഈ റിഫ്ലക്ഷൻ്റെ അകത്ത് ഫുള്ള് പൊടിയൊക്കെ ആയിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് റിഫ്ലക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണാം. മറ്റേ ഇവിടെ പൊടിയായിരുന്നു, ഫുള്ള് പൊടിയുടെ രീതിയിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്ത് ഇപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് വന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്കുള്ള ഏറ്റവും മേജർ ഡൗട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ റേറ്റ് എത്രയാണ്, പിന്നെ ഇത് ഏതാണ് സ്ഥലം, പിന്നെ ഇതെവിടെ, എന്തോരം ടൈം എടുത്തു ഇത് ചെയ്തു തരാൻ, ഷോപ്പിൻ്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇനി മേജറായിട്ട് ഡൗട്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല. നമ്മൾ ആദ്യം ടൈമിൽ നിന്ന് നോക്കാം. ഇത് ഞാൻ 2 ദിവസം ഞാൻ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2ാമത്തെ ദിവസം വൈകിട്ടേക്ക് കിട്ടി. ശരിക്കും ഒരു ദിവസം കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ചെറിയൊരു മീൻസ് അവിടെ ഒരു വണ്ടി പെയിൻറ്റിന് വന്നുകൊണ്ട് മാത്രമാണ് പിറ്റേ ദിവസത്തേക്ക് ആക്കി വെച്ചത്. എന്നാലും പിറ്റേ ദിവസം എനിക്ക് വൈകിട്ട് സാധനം കിട്ടി. അപ്പോൾ നിങ്ങൾ ഒന്ന് നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ രാവിലെ കൊടുത്താൽ വൈകിട്ട് സാധനം കിട്ടും. ഒരു 9 മണിയൊക്കെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 3 മണി 4 മണി ടൈമിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അതുകൊണ്ട് നിങ്ങളാരും വറീഡാവണ്ട. റിലാക്സ് ചെയ്ത് പുള്ളിക്ക് വർക്കുള്ള ടൈമും കിട്ടും അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഒരു 1 ഡേ ആണ് ഇതിനകത്തുള്ള നമുക്ക് ടൈം വരുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ മാർക്കറ്റ് റോഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കടയുടെ പേരെന്ന് പറഞ്ഞാൽ കാർടെക് എന്നാണ് ഈ കടയുടെ പേരും. ഈ കട ഒരു വലിയ ആഡംബരകരമായ കടയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. ഒരു ചെറിയ ഷോപ്പാണ്. വേറെ ആക്സസറീസോ കാര്യങ്ങളൊന്നുമില്ല. പുള്ളിക്ക് സർവീസുകൾ മാത്രമേ ഉള്ളൂ. ഈ ആളുടെ പേര് ഷാജി എന്നാണ്. ഷാജി CP എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം കൊടുത്തേക്കുന്നത്. ഷാജിക്കാന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഷാജിക്കയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ മൂവാറ്റുപുഴ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മാർക്കറ്റ് റോഡിൽ നിന്ന് നമ്മൾ ബൈപ്പാസ് ജംഗ്ഷൻ്റെ അങ്ങോട്ട് കിടക്കുന്നൊരു വഴിയുണ്ട്. ആ വഴിക്ക് റൈറ്റ് സൈഡിലാണ്. അതായത് മാർക്കറ്റിൻ്റെ
കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു കടയും. അപ്പോൾ നിങ്ങൾ ഷാജിക്കയുടെ കട ചോദിച്ചാൽ മതി. അപ്പോൾ അതാണ് കടയുടെ ലൊക്കേഷൻ. അല്ലെങ്കിൽ ആളെ ഒന്ന് വിളിക്കുവാണെങ്കിൽ ആൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ പറഞ്ഞുതരും. അങ്ങോട്ട് ചെന്നാൽ മതി. നിങ്ങൾ ഹെഡ്ലൈറ്റ് വണ്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഹെഡ്ലൈറ്റ് ഊരിക്കൊണ്ട് പോയാൽ മതി. ഞാൻ ഹെഡ്ലൈറ്റ് ഊരിക്കൊണ്ടാണ് പോയത്. അതല്ലെങ്കിൽ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടാലും പുള്ളിക്ക് ഊരെടുക്കാനുള്ള ടൈം പിന്നെയും പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചെയ്യുക. ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയും കൊണ്ട് തന്നെ ചെല്ലുക. അപ്പോൾ ഇതാണ് എനിക്ക് അന്നേരം പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ, പിന്നെ ഇവരുടെ സർവീസും കൂടി ഞാൻ പറയാം കേട്ടോ. അതായത് ഇവർക്ക് ഹെഡ്ലൈറ്റ് മാത്രമല്ല, ഹെഡ്ലൈറ്റും ഫൈബറിൻ്റെ റിപ്പയറിങ് കാര്യങ്ങളുണ്ട്, ഫൈബർ ഗ്ലാസ് റിപ്പയറിങ് കാര്യങ്ങളുണ്ട്, പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ റിപ്പയറിങ് ഉണ്ട്, ലോക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിപ്പയറിങ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട്. ഫൈബർ വെൽഡിങ് ഉണ്ട്. അതായത് ബമ്പറൊക്കെ നിങ്ങൾക്ക് ബമ്പർ ലോക്ക് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി വെൽഡ് ചെയ്ത് തരും. ഇപ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ അടിയിൽ നമുക്ക് വെള്ളം ഇറങ്ങാൻ മാതിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടലൊക്കെ നമ്മൾ ഫൈബർ വെൽഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുത്തൻ ഗ്ലാസ് പോലെ തന്നെ ആയിട്ട്, അതായത് പുതിയ ഗ്ലാസ് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും എനിക്ക്. ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അതിനെപ്പറ്റി ഞാൻ തിങ്ക് ചെയ്തായിരുന്നു, പുതിയ ഗ്ലാസിനെ പറ്റി ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷേ അത് വേണ്ടി വന്നില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് പോളിഷ് മാത്രമുണ്ട് പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് ഗ്ലാസ് പോളിഷിങ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം ചെയ്തിട്ട് കിട്ടും. പക്ഷേ ഞാനത് അഴിച്ചിട്ട് വാഷ് ചെയ്തിട്ടാണ് പിന്നെ പോളിഷ് ചെയ്യാണ് ചെയ്തത്. കാരണം അതിൻ്റെ അകത്ത് പൊടി ഉള്ളതുകൊണ്ട്, മീൻസ് കറ പോലെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അകത്ത് ക്ലീൻ ചെയ്തിട്ടാണ് വാഷ് ചെയ്തിട്ടാണ് പോളിഷ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം ടൈം എടുത്തത് എൻ്റെ ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് ഇതിൻ്റെ കോസ്റ്റാണ്. ശരിക്കും ഞാൻ എൻ്റെ വണ്ടിയുടെ എർട്ടിയുടെ ഹെഡ്ലൈറ്റ് കുറച്ച് ഇച്ചിരി കോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹെഡ്ലൈറ്റിന് എനിക്ക് 4000 രൂപയാണ് ഞാനൊരു സ്ഥലത്ത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ. പക്ഷെ അത് ഒറിജിനലാണെന്ന് എനിക്കറിയില്ല, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ 4000 രൂപ കോസ്റ്റ് തൊട്ട് എനിക്കൊരു 6000-7000 രൂപ വരെയുള്ള കോസ്റ്റുള്ള ഹെഡ്ലൈറ്റുകൾ 2 അതായത് ഓരോന്നിനും 3000 രൂപ, ഓക്കെ 2000 തൊട്ട് 3000-3500 വരെ കോസ്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ അതുപോലുള്ള റേറ്റുകൾ എനിക്ക് കിട്ടിയായിരുന്നു. ചില സമയങ്ങളിൽ ഷോർട്ടേജ് വരുമ്പോൾ കൂടുതലാണ് റേറ്റ് MRP, അല്ലെങ്കിൽ റേറ്റ് കൂടുതൽ വരും. അപ്പോൾ ആ റേറ്റാണ് ഒരു ഏകദേശം 6000 രൂപ മിനിമം, അല്ലെങ്കിൽ 5000 രൂപ മിനിമം പൊട്ടുന്ന സ്ഥലത്ത് എനിക്ക് ശരിക്കും 1300 ഒരു 1500 രൂപ ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന സ്കൂട്ടറിന് പെട്രോളൊക്കെ അടിച്ച സ്കൂട്ടി എല്ലാം കൂട്ടി പോയിട്ട് ഒരു 1500 രൂപയാണ് എനിക്ക് മൊത്തം കോസ്റ്റ് ആയത്. അതായത് ഇപ്പോൾ പുത്തൻ ഹെഡ്ലൈറ്റ് പോലെ തന്നെയായി. അതും വണ്ടിയിൽ കറക്റ്റ് സൂട്ടായിട്ടിരുന്നു. അതായത് വണ്ടിക്ക് ഇപ്പോൾ ആ ഹെഡ്ലൈറ്റ് പുതിയതായിട്ട് മേടിച്ചു എന്നുള്ള തോന്നലില്ലാതെ നമുക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യാതെ അറ്റാച്ചായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഹെഡ്ലൈറ്റ് ആണെങ്കിൽ പകുതി കാശേ ആയുള്ളൂ ടോട്ടൽ എക്സ്പെൻസ്. ഈ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ഇത്ര അഴിച്ച് ക്ലീൻ ചെയ്ത് കുറച്ച് ഫൈബർ വെൽഡിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ 1500-1300 ആയത്. 200 രൂപ എൻ്റെ അഡീഷണൽ കോസ്റ്റ്, എൻ്റെ ചില എക്സ്പെൻസാണ്. നിങ്ങളുടെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 300 രൂപ അല്ലെങ്കിൽ 500 രൂപ, അത് ഡിപ്പെൻഡാണ് നിങ്ങളുടെ വണ്ടിയും നിങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ കണ്ടീഷനും, അത് എന്തോരം വർക്ക് ഉണ്ട്, എന്തോരം ടൈം എടുക്കും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേറ്റ് പറയുക. അപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ റേറ്റ് നോക്കി അയ്യോ അവൻ അത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുത്തു എനിക്ക് കൂടുതൽ വന്നു എന്ന രീതിയിൽ ആരും ചെല്ലരുത്. കുറവൊന്നും ആരും കംപ്ലയിൻറ്റ് പറയില്ല, കൂടുതൽ വന്നു എന്നാണ് കംപ്ലയിൻറ്റ് പറയുക. അപ്പോൾ അതിനാരും ചെല്ലരുത്, കംപ്ലയിൻറ്റ് പറയരുത്. കാരണം ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കട ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കുകൾ വരുന്നുണ്ടെങ്കിൽ പോയി ചെയ്യുക. അത് ഈ ഹെഡ്ലൈറ്റ് ഇടയ്ക്ക് മങ്ങും, നമ്മുടെ ചുമ്മാ കിടക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഹെഡ്ലൈറ്റ് മങ്ങും. പിന്നെ ബമ്പറിൻ്റെ ഏതെങ്കിലും ക്ലിപ്പുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്യാതെ ഡയറക്റ്റ് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്കത് മീൻസ് ഫൈബർ വെൽഡിങ് ചെയ്തെടുക്കാൻ പറ്റും. ഫൈബർ വെൽഡിങ് കുറവാണ്, നമ്മുടെ ഇടയ്ക്ക് എടുത്ത സ്ഥലങ്ങളിൽ കുറവാണ് ഫൈബർ വെൽഡിങ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാൻ ഓൾറെഡി എൻ്റെ ബമ്പറൊക്കെ ഫുള്ള് പൊട്ടിയിരിക്കുകയാണ്. കാരണം എൻ്റെ അടിയിൽ മീൻസ് തട്ടി മുഴുവൻ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ ബമ്പർ മേടിക്കാനാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഗ്ലാസ്സുകളിൽ എങ്കിലും മങ്ങിയ പാട് അങ്ങനെയുള്ള പോളിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില്ല. അത്യാവശ്യം എല്ലാ വള്ളിക്കെട്ട് കേസുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വള്ളിക്കെട്ട് കേസല്ല, അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരാളും ചെയ്ത്, അതായത് എൻ്റെ ഹെഡ്ലൈറ്റും കൊണ്ട് ഞാനൊരു 3-4 പോളിഷിങ് സെൻറ്ററുകളിൽ പോയിട്ടുണ്ട്. അവരെ കൈ ഒഴിഞ്ഞ കേസാണ്. ചോദിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ പറഞ്ഞ കോസ്റ്റും 1500 രൂപ റേറ്റ് തന്നെയാണ് കോസ്റ്റ് പറഞ്ഞത്. പക്ഷേ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഹെഡ്ലൈറ്റിനെ പറ്റി ആലോചിച്ചത്.
അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് ഈ ഒരു ഷോപ്പ്. ഞാൻ ചെന്ന് കാണിച്ചു നോക്ക്, എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇക്ക പറഞ്ഞു ഇത് ചെയ്തു തരാം, ഇത് ക്ലിയർ ആക്കി തരാം എന്ന രീതിയിൽ തന്നെ പുള്ളി പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി, പുള്ളിയുടെ പ്രൊഫഷണൽസ് മനസ്സിലായി. കാരണം ഒരു ഹെഡ്ലൈറ്റ് കണ്ടു അപ്പോൾ തന്നെ പുള്ളി ഇത് ഓക്കെ നമ്മൾ ചെയ്തു തരാം, ഇത് ഇന്നതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന രീതിയിൽ പുള്ളി നമ്മളോട് പറഞ്ഞു. അതൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ പ്രോബ്ലംസും. കാരണം ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. അത് വെള്ളം കയറാനുള്ള പൊട്ടലില്ല, പക്ഷേ അതിൻ്റെ നനവ് ഇരുന്നിട്ട് ഈ പൊടി ആയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് പ്രശ്നം നമുക്ക് ഉണ്ടായത്. അപ്പോൾ പുള്ളിയുടെ പ്രൊഫഷണലിസം എനിക്ക് അന്നേരം മനസ്സിലായി. പിന്നെ ഞാൻ വേറെ ഷോപ്പും തപ്പാൻ പോയില്ല, അവിടെ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റ് യൂസ് ചെയ്യുക. ഇതിൻ്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കടുത്ത് അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.